ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, കാർ ഡ്രൈവിംഗിന്റെ ബേസിക് ഒക്കെ പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നീട് നമ്മുടെ ഒരു ആഗ്രഹമാണ്, ഒരു വാഹനം ഓടിക്കുന്ന ഒരു ബിഗിനറുടെ ആഗ്രഹമാണ് ഏറ്റവും മികച്ച രീതിയിൽ വാഹനം ഓടിക്കുക. അതായത് ഒരു എക്സ്പേർട്ടായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവറെ പോലെ വാഹനം ഓടിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ട്രിക്കുകൾ വണ്ടി ഓടിച്ച് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആവറേജ് വാഹനം ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ നല്ല രീതിയിൽ തന്നെ വാഹനം ഓടിക്കാൻ നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള ചില ട്രിക്കുകളാണ് കാണിച്ചു തരുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വണ്ടി ഓടിച്ച് കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്തണം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് പേര് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്ക് ഞാൻ വീഡിയോ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്, റിപ്ലൈകൾ നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതായത് വാഹനം നന്നായിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവർ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇവര് 1 by 1 ആയിട്ട് ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ വണ്ടി ഓടിച്ച് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഈ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. ഒന്നാമത്തെ ഒരു പോയിന്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെങ്കിൽ സിമ്പിൾ അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് പൊസിഷനിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പല ആൾക്കാരും ചെയ്യാറില്ല. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ സീറ്റ് ബെൽറ്റ് ഇടുക, വാഹനം സ്റ്റാർട്ട് ചെയ്യുക, മുന്നോട്ട് പോകുക. ഇതാണ് പല ആൾക്കാരും ചെയ്യാറുള്ളത്. എന്നാൽ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ കാല് ക്ലച്ചും ബ്രേക്കും ആക്സിലേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളുടെ കാലിന് മുട്ട് ഈ ഡാഷ്ബോർഡിന്റെ അടിയിലൊന്നും തട്ടാൻ പാടില്ല. അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന അവസരങ്ങളിൽ ഇത് ഈ ഒരു തരത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനു വേണ്ടി സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നതിന് ശേഷം കൈ ഇങ്ങനെ നിവർത്തുക. ഇങ്ങനെ നിവർത്തി നിങ്ങളുടെ കൈയുടെ ഒരു റിസ്റ്റ് സ്റ്റിയറിംഗ് വീലിന്റെ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ഭാഗത്ത് അത് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് നല്ലൊരു പൊസിഷനാണ്, ഏറ്റവും മികച്ച ഒരു പൊസിഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ക്ലച്ചും ബ്രേക്കും സ്റ്റിയറിംഗും ഇതേ വളരെ മികച്ച രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുക. ഓക്കെ, നമുക്കിനി വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാനിത് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ തുടക്കക്കാരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ആക്സിലേഷൻ കൊടുത്ത് അങ്ങനെയാണ് വണ്ടി എടുക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവറേജ് ഒക്കെ നമ്മൾ ഓടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വണ്ടി എടുക്കാനായിട്ടുള്ള ആ ടൈമിങ്ങിൽ കുറച്ചും കൂടെ വേഗത്തിൽ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരാം. എളുപ്പത്തിൽ വേഗത്തിൽ എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ച് എന്ന് അയക്കുന്ന സെയിം ടൈമിൽ ആക്സിലേഷൻ കൊടുക്കുക. അതേ ക്ലച്ച് എന്ന് ഞാൻ അയക്കുന്ന സെയിം ടൈമിൽ തന്നെ ആക്സിലേഷൻ കൊടുത്തപ്പോൾ ഇതേ വണ്ടി എനിക്ക് വേഗത്തിൽ എടുക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞാൻ ഇതേ ക്വിക്കായിട്ട് പെട്ടെന്ന് തന്നെ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്തു. ഇനി വണ്ടി നിർത്താൻ നേരത്തെ എന്ത് ചെയ്യണം? വളരെ വേഗത്തിൽ ബ്രേക്കിലും ക്ലച്ചിലും വന്നിട്ട് പെട്ടെന്ന് നിർത്തുക. അതായത് വണ്ടി വേഗത്തിൽ എടുക്കാനും വണ്ടി വേഗത്തിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതിനുവേണ്ടി നിങ്ങൾ ഒരു നല്ല ഡ്രൈവർ ആണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കും, ക്ലച്ച് നയിക്കുന്ന ആ സെയിം ടൈമിൽ ആ സെയിം അളവിൽ തന്നെ ആക്സിലേഷനും കൂടെ ഇങ്ങനെ മുന്നോട്ട് കൊടുക്കുക. അപ്പം നമുക്ക് വേഗത്തിൽ വാഹനം മുന്നോട്ട് എടുക്കാൻ കഴിയും, വണ്ടി ഓഫ് ആകത്തില്ല. നിങ്ങൾ നോക്കുക, ക്ലച്ച് നയിക്കുന്ന സെയിം ടൈമിൽ തന്നെ ഞാനിത് ആക്സിലേഷൻ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്നു, ഇതേ വണ്ടി പെട്ടെന്ന് നിർത്തുന്നു. ക്ലച്ചിലേക്ക് ചവിട്ടുന്ന ആ സെയിം ടൈമിൽ തന്നെ എൻ്റെ കാല് ആക്സിലറേറ്റർ പെഡലിൽ നിന്നെടുത്ത് ബ്രേക്കിലേക്ക് വരും. നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഇതേ നിങ്ങൾ നോക്കുക, ക്ലച്ച് നയിക്കുന്ന സെയിം ടൈമിൽ ആക്സിലേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. വണ്ടി നിർത്താൻ നേരത്ത് ക്ലച്ച് ചവിട്ടുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ ആ സെയിം ടൈമിൽ ബ്രേക്കിലും വന്നു. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇത് വേഗത്തിൽ എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തിരക്കുള്ള റോഡിലും പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുന്നിലൊരു വണ്ടി പോകുന്ന സാഹചര്യങ്ങളിൽ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗത്തിന് അനുയോജ്യമായിട്ട് നമ്മുടെ വണ്ടി നിർത്താനും എടുക്കാനൊക്കെ ആയിട്ട് നമുക്കിത് വളരെ സഹായകരമാകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ്, നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വേഗത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേഗത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പെട്ടെന്ന് ഗിയർ ഇടുക എന്നുള്ളതല്ല. നമ്മൾ വണ്ടിയിലിരുന്ന് വളരെ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യുക. എന്നാൽ ഇതിനിടയിൽ നമുക്ക് എല്ലാ ഗിയറും പെട്ടെന്ന് റോഡിന് അനുയോജ്യമായിട്ട് മാറാനും കഴിയണം. അതോടൊപ്പം തന്നെ സ്മൂത്ത് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സെക്കൻഡ് ഗിയർ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് തേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചത്. ഇത് ഞാൻ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഇതേ ക്ലച്ച് ഔട്ടിട്ട് തേർഡ് കൊടുക്കുന്നു. വണ്ടിക്ക് ഇതേ ക്ലച്ച് എന്ന് കാലയച്ച്
ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഇതേ ഫോർത്ത് കൊടുക്കുന്നു, വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഇതേ ഫിഫ്ത്ത് ഗിയർ കൊടുക്കുന്നു, ഇതേ അഞ്ചാമത്തെ ഗിയറിൽ ഇങ്ങനെ വാഹനം ഇതേ പോവുകയാണ്. ഇതേ ചെറിയൊരു കയറ്റമാണ് കയറി പോകുന്നത്, നിങ്ങൾ നോക്കുക. അതിനുശേഷം ഞാനത് ജസ്റ്റ് കയറ്റം ഒന്ന് കയറി തുടങ്ങിയപ്പോൾ തന്നെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് ഇതേ മെല്ലെ ക്ലച്ച് ഔട്ടിയിട്ട് ഫോർത്ത് കൊടുക്കുന്നു, മെല്ലെ ക്ലച്ച് ഔട്ടിയിട്ട് തേർഡ് കൊടുക്കുന്നു, ഇതേ മെല്ലെ സെക്കൻഡ് കൊടുക്കുന്നു, ഇതേ മെല്ലെ ഫസ്റ്റ് കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, ഞാൻ ഒരുപാട് ധൃതി പിടിക്കുന്നില്ല, വളരെ സിമ്പിളായിട്ടാണ് ഇതേ ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒരുപാട് ധൃതി പിടിക്കുന്നുണ്ട് ഇല്ല, വളരെ സ്മൂത്ത് ആയിട്ടാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്തത്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്കും ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പം വണ്ടി ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ നിർത്തി നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഫസ്റ്റ് കൊടുത്തു നമ്മൾ സാവധാനത്തിൽ ഫസ്റ്റ് കൊടുക്കുക. വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ച് നയിക്കുന്ന സെയിം ടൈമിൽ ആക്സിലേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു. അപ്പോൾ നമുക്ക് വേഗത്തിൽ വണ്ടി എടുക്കാം. വണ്ടി മൂവ് ആയാൽ ഉടൻ തന്നെ ആക്സിലേഷൻ കൊടുത്ത് മൂവ് ആയാൽ ഉടൻ തന്നെ ആക്സിലേഷൻ കുറയ്ക്കുന്ന ആ ടൈമിൽ ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കുക, ക്ലച്ച് എന്ന് കാലേക്ക്. അപ്പം മൂവ് ആക്കിയിട്ട് അടുത്തൊരു ഗിയർ ഇടുക. ഇപ്പോൾ സെക്കൻഡിൽ പോവുകയാണ്. തേർഡ് ഇടാൻ നേരത്ത് ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു, ആക്സിലേഷൻ കുറയ്ക്കുന്ന സെയിം ടൈമിൽ ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് ഇടുന്നു. അതായത് ആക്സിലേഷൻ കുറയ്ക്കുന്ന സെയിം ടൈമിൽ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം മെല്ലെ ഗിയർ ഇടുക. കണ്ടില്ലേ? ഓക്കെ, ഇനി ഞാൻ ഫോർത്തും കൂടി ഇട്ട് കാണിക്കാം. ഇതേ ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഇറക്കത്തോട് കൂടിയ റോഡാണ്. ഇതേ ബ്രേക്ക് കാല് വരുന്നു, ക്ലച്ച് ഔട്ടിട്ട് ഇതേ ഫോർത്ത് കൊടുക്കുന്നു, ക്ലച്ച് എന്ന് കാലയക്കുന്നു. അപ്പോൾ ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിന് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നിർത്തി പറഞ്ഞുതരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും നമുക്ക് എല്ലാ ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുന്നു, ക്ലച്ച് എന്ന് അയക്കുന്നു, ആക്സിലേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി വേഗത്തിലെടുക്കും, വണ്ടി ഓഫ് ആകത്തില്ല. ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് നമ്മൾ ഒരു മൂവ്മെൻറ്റ് നൽകുക. അതായത് മൂവ്മെൻറ്റ് നൽകാതെ ഗിയർ ഇടരുത്. ആക്സിലേഷൻ കൊടുത്ത് മൂവ് ആക്കിയതിന് ശേഷം ആക്സിലേഷൻ ജസ്റ്റ് കുറയ്ക്കുക. വണ്ടി മൂവ് ആയെന്ന് തോന്നിയാൽ ഉടൻ തന്നെ ആക്സിലേഷൻ പതുക്കെ അയക്കുക. അയക്കുന്ന സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടിയിരിക്കണം. ക്ലച്ച് ചവിട്ടിയിട്ട് എന്ത് ചെയ്യണം, അടുത്തൊരു ഗിയർ ഇടുക. അപ്പോൾ ഓൾറെഡി വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ആക്സിലേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുന്നുണ്ട്, പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സമയം നമുക്ക് നഷ്ടമാകാതെ തന്നെ നമുക്ക് അടുത്ത ഗിയർ ഇടാൻ സാധിക്കും. അങ്ങനെ ഗിയർ ഇടുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്കില്ലാതെ ക്ലിയർ ആയിട്ട് ഗിയർ ഇടാനായിട്ട് കഴിയും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടത് അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഫോർത്തിൽ ഇങ്ങനെ പോവാണ്, മുന്നിലൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ കയറ്റത്തിൻ്റെ അടുത്തെത്തുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, വണ്ടി ഓൾറെഡി റണ്ണിങ്ങിലാണ്, ആ മൂവ്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുക, ക്ലച്ച് ഔട്ടുക, തേർഡ് കൊടുക്കുക. തേർഡ് കൊടുത്താൽ ഉടൻ തന്നെ ക്ലച്ച് എന്ന് കാലയക്കുക, ബ്രേക്ക് എന്ന് കാലെടുത്തിട്ട് ആക്സിലേഷൻ കൊടുക്കുക. അതായത് ക്ലച്ച് ചവിട്ടി തേർഡ് കൊടുക്കുന്നു, ക്ലച്ച് എന്ന് കാലയക്കുന്നതിനോടൊപ്പം തന്നെ ആക്സിലേഷൻ കൊടുക്കണം. അതായത് ബ്രേക്ക് എന്ന് കാലെടുത്ത് പെട്ടെന്ന് തന്നെ ആക്സിലേഷൻ കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് മൂവ്മെൻറ്റിൽ ഓരോ ഗിയറും ഇതേ ഇങ്ങനെ ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുക്കുന്നു, ബ്രേക്കേ വരുന്നു, ഇതേ തേർഡിൽ ഇങ്ങനെ പോവാണ്, ബ്രേക്കേ വരുന്നു, വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഇതേ സെക്കൻഡ് കൊടുക്കുന്നു, ക്ലച്ച് എന്ന് കാലയക്കുന്നു, ബ്രേക്ക് എന്ന് കാലെടുത്തിട്ട് വീണ്ടും ആക്സിലേഷൻ കൊടുക്കുന്നു. നിങ്ങളെ ഞാൻ വീണ്ടും അതൊന്ന് ഇട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുകയാണ്, നിങ്ങൾ നോക്കുക. ഇതേ ഫസ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ വണ്ടി എടുക്കുന്നു, ക്ലച്ച് അയക്കുന്ന സെയിം ടൈമിൽ ആക്സിലേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഇതേ കയറ്റമാണ്, ഇതേ ക്ലച്ച് ഔട്ടിട്ട് വളരെ സിമ്പിളായിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്ത് നോക്കുക. ചെറിയൊരു കയറ്റത്താണ്, നിങ്ങൾ നോക്കിക്കേ. സെക്കൻഡ് ഗിയർ ഇങ്ങനെ കൊടുത്ത് ഇതേ കയറ്റം ഇങ്ങനെ കയറി വരികയാണ്. ഓക്കെ, വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു. നിങ്ങൾ നോക്കുക, വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലേഷൻ കുറയ്ക്കുന്ന സെയിം ടൈമിൽ ക്ലച്ച് ഔട്ടിട്ട് തേർഡ് കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. കണ്ടില്ലേ? ആ സെയിം ടൈമിൽ ക്ലച്ചിൽ നിന്ന് കാലയച്ച് സെയിം ടൈമിൽ എന്ത് ചെയ്തു, വീണ്ടും ആക്സിലേഷൻ കൊടുക്കുന്നു. വീണ്ടും നിങ്ങൾ നോക്കുക, വണ്ടിക്ക് മൂവ് ആക്കിയതിന് ശേഷം ആക്സിലേഷൻ കുറച്ചതിന് ശേഷം ഇതേ ക്ലച്ച് ഔട്ടി ഫോർത്ത് കൊടുത്തു. നിങ്ങൾ നോക്കുക, നാലാമത്തെ ഗിയറിലാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഫോർത്തിൽ പോവാണ്, നമുക്ക് തേർഡ് കൊടുക്കണം. അഡ്വാൻസ് ആയിട്ട് ചെയ്യുക. അതേ ബ്രേക്ക് എങ്ങനെ വന്ന് വണ്ടി സ്ലോ ചെയ്യുക, ക്ലച്ച് ഔട്ടിയിട്ട് തേർഡ് കൊടുക്കുക, ക്ലച്ച് എന്ന് കാലയക്കുക, ഒപ്പം എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേഷൻ കൊടുക്കുക. അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വേഗത്തിൽ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ആവറേജ് വണ്ടി ഓടിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധ സ്മൂത്തായിട്ട് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു പോയിന്റും കൂടെ പറയാം. അതായത് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ എല്ലാവരും സ്റ്റിയറിങ്ങിൽ കൂടുതലായിട്ടൊരു ബലം കൊടുക്കും. അതായത് ഇങ്ങനെ പിടിച്ചു വെക്കും. നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചാൽ, ഇപ്പം നോക്കുക, തേർഡ് ഗിയർ വണ്ടി പോവാണ്, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഞാനിത് ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. ഇതേ എൻ്റെ കൈ ഇത് വളരെ ഫ്രീ ആണ്. ഇതേ ഇപ്പോൾ ഓൾറെഡി വാഹനത്തിന് സ്റ്റിയറിംഗ് പോകുന്നുണ്ട്. പോകുന്നതിനനുസരിച്ച് ഇതേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതേ തിരിച്ചു കൊടുക്കുന്നു,
നേരെയാക്കുന്നു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. അതിനർത്ഥം കൈ എടുത്ത് മാറ്റുക എന്നുള്ളതല്ല. ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താൽ മതി. ഒരുപാട് നമ്മൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പിടിച്ചു വെക്കുന്ന സൈഡിലേക്ക് വാഹനം പോകും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരുപാട് പിടിച്ചു വെക്കാതിരിക്കും. ഇപ്പം ഞാനിതേ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു, ഇത് ഇങ്ങോട്ട് ഇച്ചിരി ഇറക്കി വീണ്ടും റോഡിലേക്ക് ഇങ്ങനെ കയറി അതിനുശേഷം ജസ്റ്റ് ഇത് സ്റ്റിയറിംഗ് പതുക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഇത് മെല്ലെ സ്മൂത്തായിട്ടാണ് പിടിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, കണ്ടില്ലേ, സ്മൂത്തായിട്ട് ഇങ്ങനെ പിടിക്കുന്നു, കണ്ടില്ലേ. ഇങ്ങനെ സ്മൂത്തായിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർക്കുക. കാരണം ഇങ്ങനെ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഏറ്റവും മികച്ച രീതിയിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് പ്രഷറൊന്നും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇനി അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു മികച്ച ഡ്രൈവർ ആണെങ്കിൽ അദ്ദേഹം വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേ വാഹനത്തിൻ്റെ ബാക്ക് മിറർ ഒന്ന് ശ്രദ്ധിക്കും, സൈഡ് മിറർ ശ്രദ്ധിക്കും. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ എല്ലാം തന്നെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ നോട്ടം ഇങ്ങനെയാണെങ്കിൽ പോലും അറിയാതെ എൻ്റെ കണ്ണ് ഇതേ റൈറ്റ് സൈഡിലെ മിററിലേക്കും സെൻറ്റർ മിററിലേക്കും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ തല വെച്ച് നോക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം മാത്രമേ നിങ്ങൾ എപ്പോഴും വാഹനം ഡ്രൈവ് ചെയ്യാവുള്ളൂ. അതായത് നമ്മൾ വാഹനത്തിൻ്റെ മുൻവശത്തേക്ക് നോട്ടം നൽകുന്നത് പോലെ തന്നെ നമ്മൾ പിന്നിലും നോട്ടം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ ഇതല്ലാതെ തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കാതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നു, ഒരു ഹോൺ അടിക്കുന്ന സൗണ്ട് കേട്ടാൽ നമ്മൾ ആ സൗണ്ട് കേട്ടത് കൊണ്ടാണ് സൈഡ് മിററിലൂടെ അല്ലെങ്കിൽ സെൻറ്ററിലുള്ള മിററിലൂടെ ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സൗണ്ടുകളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് പുറകിൽ നിന്ന് ഒരു വാഹനം വരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഉള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് കേട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ബസ്സാണ് വരുന്നതെങ്കിൽ ബസ്സിൻ്റെ ശബ്ദം നമുക്കറിയാലോ. ആ ശബ്ദം വെച്ച് ഇന്നത് മിക്കവാറും ബസ്സാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ പുറകെ വണ്ടിയായിരിക്കും, കൃത്യമായിട്ട് വണ്ടിയായിരിക്കും. ഇനി അതുപോലെ ഒരു 3 വീലർ കയറി വരികയാണ്, ആപ്പേ പോലെ ഉള്ള വണ്ടി, ഓട്ടോ പോലെയുള്ള വണ്ടി, വളരെ സൗണ്ടുള്ള വണ്ടികളാണ്. അപ്പോൾ ആ വണ്ടി നമ്മൾ പുറകിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബാക്കിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് ആ ഒരു സൗണ്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ കാതും നമ്മൾ ഡ്രൈവിങ്ങിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതായത് നമ്മളുടെ കൈ, കാല്, കണ്ണ്, കാത്, മൂക്ക് വരെ നമ്മൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. മൂക്കിൻ്റെ കാര്യം പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലൈനറൊക്കെ കരിഞ്ഞ മണം വരുന്നത് നിങ്ങൾ നാറ്റം ഉണ്ടാകും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് ബ്രേക്ക് കൂടുതലായിട്ട് ചവിട്ടുന്ന സമയത്താണ് അത്തരത്തിലുള്ള നാറ്റങ്ങളൊക്കെ നമുക്ക് വാഹനത്തിനുള്ളിൽ ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ക്ലച്ച് താങ്ങുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ക്ലച്ച് കരിയുന്ന ഒരു മണം വാഹനത്തിൻ്റെ ഉള്ളിൽ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് വാഹനം ഓടിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുക. പ്രധാനമായിട്ടും നമ്മളുടെ കൈയും കാലും കണ്ണും മൂക്കും കാതും എല്ലാം നമുക്ക് കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. കൃത്യമായിട്ട് നിങ്ങൾ അത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡ്രൈവിംഗ് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാനായിട്ട് ഈ ട്രിക്കുകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പരമാവധി ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പരമാവധി ആൾക്കാർക്ക് ഡ്രൈവിംഗ് ക്ലാസ്സുകൾ വാട്സപ്പിലൂടെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി നൽകുന്നുണ്ട്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.